വ്യക്തികളാണ് നിങ്ങൾ. സംസാരത്തിലൂടെ എതിരെ നിൽക്കുന്ന ആൾക്കാരെ വശീകരിക്കുവാനും അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുവാനും അവരിൽ നിന്ന് ബഹുമാനം നേടിയെടുക്കുവാനും അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷനിൽ എത്തിച്ചേരുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം. പരസ്പര ബന്ധമില്ലാത്ത ആശയങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുക. നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല ഇത് ശരിയാകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്മാറുക. അതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. ബിസിനസ് ആയാലും ശരി, വിദ്യാഭ്യാസപരമായാലും ശരി, കുടുംബജീവിതത്തിലായാലും ശരി, ഏതെങ്കിലും വിഷയത്തിൽ വ്യത്യാസം വന്നാൽ ആ വിഷയം അപ്പോൾ തന്നെ അവിടെ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വിമർശനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ നെഗറ്റീവായ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. മാനസികപരമായ ജീവിതത്തിലെ ആ ഒരു ഗതിമാറ്റം നിങ്ങൾ നെഗറ്റീവിലോട്ട് പോകാതെ പോസിറ്റീവായി തന്നെ കയറി വരിക. പലരും പറയുന്നത് കേട്ട് ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവം മാറ്റി നിർത്താൻ നിൽക്കാതെ നിങ്ങൾ എന്താണോ അത് തന്നെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ജീവിതത്തിൽ നല്ലൊരു വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരും എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഉയർച്ചയിലെത്തുവാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ പോയാലും നിങ്ങൾക്ക് അവിടുത്തെ ടോപ്പ് ലെവലിൽ എത്തുവാൻ സാധിക്കും. മനസ്സിൻ്റെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കുറയും എന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ആയില്യം നക്ഷത്രക്കാർ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സ്വയം തരണം ചെയ്ത് മുന്നോട്ട് പോകുകയും സ്വന്തമായി തന്നെ ദുഃഖങ്ങളെ അടക്കി നിർത്തുകയും പുറത്താരോടും പറയാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷകരമായി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. കുടുംബത്തിൽ എല്ലാവരുടെയും ചിരിയിലും സന്തോഷത്തിലും സുഖം അനുഭവിക്കുന്ന വ്യക്തികൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ നിലനിർത്തി പോകുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ ആയില്യം നക്ഷത്രക്കാർ കുടുംബത്തിലുണ്ട്. നിങ്ങളുടെ ഗ്രഹനാഥൻ ഗ്രഹനായകയോ ആയില്യം നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവരുടെ ദുഃഖങ്ങളോ ബുദ്ധിമുട്ടോ പുറത്തു പറയാതെ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുകയും അവരെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈശ്വര പ്രാർത്ഥനകൾ വളരെ കൂടുതലായി വേണ്ട സമയം തന്നെയാണ്. ക്ഷേത്രദർശനം വളരെ കുറവായി കാണുന്ന നക്ഷത്രക്കാരാണ്. ഈ ഒരു വർഷം അതിൽ നിന്നും മാറി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള യാത്രകൾ ജീവിതത്തിൽ വേണ്ടി വരും. എന്നാൽ യാത്രകളിലൂടെ മനസ്സിന് സന്തോഷവും ജീവിതത്തിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. മാനസികമായിട്ടുള്ള സന്തോഷവും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. സുഹൃത്തുക്കൾ ഒത്തുചേരുകയും കുടുംബത്തിനുള്ളിൽ അറ്റകുറ്റ പണികൾ വേണ്ടി വരികയും ചെയ്യും. തടസ്സങ്ങൾ മാറി